നമസ്കാരം, എല്ലാവർക്കും കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ +2 ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. +2 കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടല് 16 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളുടെ എണ്ണം 16 ആണ്. 16 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ടെസ്റ്റിൽ 9 ചാപ്റ്ററുകളുണ്ട്, സെക്കൻഡ് ടെസ്റ്റിൽ ബാക്കി 8 ചാപ്റ്ററുകളുണ്ട്. അങ്ങനെ ആകെ 16 ചാപ്റ്ററുകളുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 4 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 4. ഓക്കെ, അപ്പൊ നമുക്കറിയാം, എല്ലാം അറിയാം. ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണ്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കും. ഇപ്പൊ എല്ലാ റിയാക്ഷനുകളും നടക്കുന്നത് ഒരേ സ്പീഡിലല്ല എന്ന് നമുക്കറിയാം. അപ്പൊ സോഡിയം വെള്ളവുമായിട്ട് വളരെ വേഗത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇരുമ്പാണെങ്കിൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് വളരെ പതുക്കെയാണ്. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ പതുക്കെയാണ് നടക്കുന്നത്. അപ്പൊ ചില റിയാക്ഷനുകൾ നടക്കുന്നത് വളരെ വേഗത്തിലും ചില റിയാക്ഷനുകൾ നടക്കുന്നത് വളരെ പതുക്കെയാണ്. അപ്പൊ പല റിയാക്ഷനുകളുടെയും സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പൊ കെമിസ്ട്രിയിൽ നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കുക, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് റേറ്റ് എന്ന വാക്കിനർത്ഥം? സ്പീഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പീഡ് തന്നെയാണ് അർത്ഥമുള്ളൂ. അപ്പൊ എല്ലാ റിയാക്ഷനുകളും നടക്കുന്ന സ്പീഡ് ഒരേപോലെ അല്ല. സ്പീഡിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് റേറ്റ്. അപ്പൊ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡിഫറൻറ്റ്. എല്ലാ കെമിക്കൽ റിയാക്ഷനുകളുടെയും റേറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇനി റിയാക്ഷനുകളെ അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, എക്സെട്ര, കാറ്റലിസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ റിയാക്ഷന്റെ സ്പീഡിനെ നിർണ്ണയിക്കുന്ന കുറെ ഫാക്ടറുകളുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ തുടങ്ങിയവ. ഇനി എല്ലാ റിയാക്ഷനും നടക്കുന്നത് ഒരേ സ്പീഡിലാണോ? അല്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ റിയാക്ഷൻ നടക്കുന്ന ഒരേ സ്റ്റെപ്പുകൾ വഴിയാണോ? ചില റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യും, ചില റിയാക്ഷൻ 2 സ്റ്റെപ്പിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ചില റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 3, 4, 5 സ്റ്റെപ്പുകളൊക്കെ വേണ്ടി വരും. അപ്പൊ പല റിയാക്ഷനുകളും നടക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓരോ റിയാക്ഷൻ നടക്കുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. മെക്കാനിസം ഓഫ് റിയാക്ഷൻ. അപ്പൊ ഈ 3 കാര്യങ്ങളെയും പറ്റി, ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. 2, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. 3, മെക്കാനിസം ഓഫ് എ റിയാക്ഷൻ. റിയാക്ഷൻ നടക്കുന്ന സ്പീഡിനെ പറ്റി, ആ റിയാക്ഷന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറുകളെ പറ്റി, ആ റിയാക്ഷൻ നടക്കുന്ന രീതി അല്ലെങ്കിൽ മെക്കാനിസത്തിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ കൈനറ്റിക്സ്. ക്ലിയർ ആണ്? എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഇറ്റ് ഈസ് ദ branch of chemistry. It is the branch of chemistry. It is the branch of chemistry deals with the study of a rate of reaction, factors affecting the rate of reaction and mechanism of reaction. ഒരു റിയാക്ഷൻ നടക്കുന്ന സ്പീഡിനെ പറ്റി, ആ റിയാക്ഷന്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറുകൾ, ഘടകങ്ങളെ പറ്റി, ആ റിയാക്ഷൻ നടക്കുന്ന രീതിയെ പറ്റി, റിയാക്ഷൻ നടക്കുന്ന സ്റ്റെപ്പുകളെ പറ്റി, അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ മെക്കാനിസത്തിനെ പറ്റി ഒക്കെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 3 ഏരിയകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ് 3 ഏരിയകൾ? 1, റേറ്റ് ഓഫ് റിയാക്ഷൻ. 2, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ഓരോ ഫാക്ടറുകളെ പറ്റി നമുക്ക് പഠിക്കണം. 3, റിയാക്ഷൻ നടക്കുന്ന കുറെ മെക്കാനിസങ്ങൾ. എങ്ങനെയാണ് ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ വേറെ റിയാക്ഷൻ പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്, 2 മെക്കാനിസങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. ഈ 3 കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് റിയാക്ഷന്റെ റേറ്റിനെ പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. റിയാക്ഷന്റെ റേറ്റ് എന്താണ് എന്നതിനെ പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്.
അതിലേക്ക് വരാം. റേറ്റ് എന്നത് പറയാനായിട്ട് നമുക്ക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്താണ് സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അറിയാം. എന്താണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ദ സ്പീഡ് അറ്റ് വിച്ച് ദ റിയാക്ഷൻ ഒക്കേഴ്സ്. ഒരു റിയാക്ഷൻ നടക്കുന്ന സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. റേറ്റ് എന്നത് സ്പീഡ് എന്നതിന് പകരം റേറ്റിന് ഒരു ഡെഫിനിഷൻ ഞാൻ കൊടുക്കുകയാണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ is equal to change in concentration of reactant or product divided by time taken. റേറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, റേറ്റ് എന്താണ് എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ. എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ടന്റിന്റെ അളവിലുണ്ടായ ചേഞ്ച് ബൈ അത് ഉണ്ടാകേണ്ട സമയം, അല്ലെങ്കിൽ പ്രോഡക്റ്റ്. റിയാക്ടന്റ് എന്ന് വെച്ചാൽ എന്താ? റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് റിയാക്ടന്റ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുക. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടന്റുകൾ എന്തായി മാറുകയാണ്? പ്രോഡക്റ്റ് ആയി മാറുകയാണ്. ഒരു റിയാക്ഷൻ ഞാൻ എടുക്കാം. R gives P. എന്താ ഈ ഇക്വേഷന്റെ മീനിങ്? ആരുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ടന്റ്. ആരുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ടന്റ്. ആരുടെ റൈറ്റ് സൈഡിലുള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോഡക്റ്റ്. അപ്പൊ R എന്ന് പറയുന്ന ഈ ഇക്വേഷന്റെ മീനിങ് എന്താണ്? R എന്ന് പറയുന്ന റിയാക്ടന്റ് P എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയി മാറുക. R എന്ന് പറയുന്ന റിയാക്ടന്റ് P എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയി മാറുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റിയാക്ടന്റിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രോഡക്റ്റിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. കാരണം R പ്രോഡക്റ്റ് P ആയിട്ട് മാറുകയാണ്. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്, അളവ് കുറയുകയാണ്, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ പ്രോഡക്റ്റിന്റെ അളവ് കൂടുകയാണ്. ആ കുറഞ്ഞത് അല്ലെങ്കിൽ കൂടിയ അളവ് എത്രയാണോ അത് മുകളിൽ കൊടുക്കുക. എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ്. റിയാക്ടന്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം നമ്മൾ ഇക്വേഷന് മുകളിൽ കൊടുക്കുക. ഇനി ആ കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടാകുന്ന സമയം നമ്മൾ താഴെ കൊടുക്കുക. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. റിയാക്ടന്റെ കോൺസെൻട്രേഷനിലെ അളവിലുണ്ടായ വ്യത്യാസം ഡിവൈഡ് ബൈ ടൈം ടേക്കൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോഡക്റ്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഈ ഇക്വേഷൻ നമുക്ക് രണ്ടായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റിയാക്ടന്റ് ആവുമ്പോൾ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് പറയാം ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ കൺസംഷൻ. എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? റിയാക്ടന്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം, റിയാക്ടന്റ് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അളവിലുണ്ടായ കുറവ് ഡിവൈഡഡ് ബൈ ആ റിയാക്ട് ചെയ്യാൻ എടുത്ത സമയം. കൺസംഷൻ എന്നാൽ ഉപയോഗിക്കപ്പെട്ടാണ്. കൺസംഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉപയോഗിക്കപ്പെട്ടാണ്. റിയാക്ടന്റ് എത്രത്തോളം ഉപയോഗിച്ചു, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുവാണെന്ന് ഞാൻ പറഞ്ഞു. റിയാക്ടന്റ് എത്രത്തോളം ഉപയോഗിച്ചു, എത്രത്തോളം കുറഞ്ഞു, ഡിവൈഡ് ബൈ അത് കുറയാനുണ്ടായ സമയം. അതാണ് റിയാക്ടന്റ് ടൈം എന്ന് പറയുമ്പോൾ. നമുക്കിനി വേണമെങ്കിൽ ഈ റേറ്റിനെ നമുക്ക് ഏതിനെ ബേസ് ചെയ്ത് എഴുതാം? പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് എഴുതാം. പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? പ്രോഡക്റ്റിന്റെ അളവ്, റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് എന്നതിന് പകരം പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെ പറയും? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ പ്രൊഡക്ഷൻ. അപ്പോ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. റിയാക്ഷൻ നടക്കുന്ന സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് ബൈ ടൈം ടേക്കൺ. റിയാക്ടന്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം ഡിവൈഡ് ബൈ അത് ഉണ്ടാകാൻ എടുത്ത സമയം.
അപ്പൊ ഞാൻ ആ ഇക്വേഷനെ രണ്ടായിട്ട് തിരിച്ചെഴുതി. റിയാക്ടിന്റെ അളവുണ്ടായ കുറവ് ഡിവൈഡ് ബൈ അത് കുറയാനെടുത്ത സമയം, പ്രോഡക്റ്റിനെ ബേസ് എന്ന് പറയുന്നെങ്കിലോ പ്രോഡക്റ്റിന്റെ അളവുണ്ടായ കൂടുതൽ ഡിവൈഡ് ബൈ അത് കൂടാനുണ്ടായ സമയം. ഇനി ഞാൻ ഒരു റിയാക്ഷൻ, നേരത്തെ പറഞ്ഞ അതേ റിയാക്ഷൻ, ഇതേ റിയാക്ഷൻ ഞാൻ സൈഡിലോട്ടൊന്ന് എഴുതാം. ഇതേ ഇക്വേഷൻ ഞാൻ സൈഡിലോട്ടൊന്ന് എഴുതി വയ്ക്കാം. എന്താണ് ഇക്വേഷൻ? നമ്മുടെ എടുത്ത ഇക്വേഷൻ എന്താണ്? R gives P. R എന്ന് പറയുന്ന റിയാക്ടന്റ്, P എന്ന് പറയുന്നത് എന്തായി മാറുകയാണ്? പ്രൊഡക്റ്റ് ആയി മാറുന്ന റിയാക്ഷൻ നിങ്ങൾ പരിഗണിക്കുക. ഇവിടെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് R എന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും സാധനം സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിന് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം മോളാർ കോൺസെൻട്രേഷൻ എന്നാണ്, അളവ് എന്നാണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് R ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? റിയാക്ടന്റ് R എന്ന വസ്തുവിന്റെ അളവ്, R എന്ന വസ്തുവിന്റെ അളവാണ് സ്ക്വയർ ബ്രാക്കറ്റ് R കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി P എന്ന് എഴുതിയിട്ട് അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? P എന്ന് പറയുന്ന വസ്തുവിന്റെ അളവ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R, അതാണ് സ്ക്വയർ ബ്രാക്കറ്റ് R. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ ബ്രാക്കറ്റ് P എന്ന് പറയും. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും ഒരു ടേം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അളവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, സ്ക്വയർ ബ്രാക്കറ്റ് R, സ്ക്വയർ ബ്രാക്കറ്റ് P. ഇനി ഡെൽറ്റ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് R എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൽറ്റ ഓഫ് R എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R. അപ്പോൾ ഡെൽറ്റ ഓഫ് P എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് P. അപ്പൊ ഞാൻ ഈ R gives P എന്ന് പറയുന്ന റിയാക്ഷനിൽ റേറ്റ് എഴുതാൻ പോവുകയാണ്. റേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ റിയാക്ടിനെ ബേസ് ചെയ്ത് എഴുതുന്നത്. റിയാക്ടിനെ ബേസ് ചെയ്ത് എഴുതുന്നത് എങ്ങനെ എഴുതുന്നത്? റിയാക്ടിന്റെ അളവിലുണ്ടായ കുറവ് ഡിവൈഡ് ബൈ കുറയാനെടുത്ത സമയമല്ലേ? റിയാക്ടിന്റെ അളവിലുണ്ടായ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ കാണിക്കാം? ഡെൽറ്റ ഓഫ് R എന്ന് കാണിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് R ന് പകരം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് R എന്ന് കാണിക്കുന്നു. കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടായതെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് കൊടുക്കുന്നു? ഡെൽറ്റ എന്ന് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ അത് ആ കുറവുണ്ടാകാനെടുത്ത സമയത്തിന് ഞാൻ ഡെൽറ്റ ടി എന്ന് കൊടുക്കും. ഓക്കെ, റിയാക്ടിന്റെ അളവ് റിയാക്ഷൻ നടക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കുറയുന്നു എന്ന് കാണിക്കാനായിട്ട് ഫ്രണ്ടിൽ ഞാൻ എന്ത് കൊടുത്തു? നെഗറ്റീവ് ചിഹ്നം കൊടുത്തു. ഇതേപോലെ നമുക്ക് പ്രോഡക്റ്റിന്റെ ടേം എഴുതിക്കൂടെ? പ്രോഡക്റ്റിന്റെ ടേം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? പ്രോഡക്റ്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാണ്? P ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. അപ്പോൾ P എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. P എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. അതിന്റെ അളവിലുണ്ടായ വ്യത്യാസം, വ്യത്യാസം എന്നതിനെ കാണിക്കാൻ, ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച് എന്നതിനെ കാണിക്കാനായിട്ട് ഞാൻ എന്ത് കൊടുത്തു? ഡെൽറ്റ ഓഫ് P എന്ന് കൊടുത്തു. ഡെൽറ്റ ഓഫ് P എന്ന് കൊടുത്തു. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് ഡെൽറ്റ ടി. ഇനി നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ അളവ് കൂടി 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 വരികയാണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ അളവ് കൂടുന്നു എന്ന് കാണിക്കാനായിട്ട് ഫ്രണ്ടിൽ എന്ത് ചിഹ്നം കൂടെ കൊടുക്കണം? പ്ലസ് ചിഹ്നം കൂടെ കൊടുക്കണം. അപ്പോൾ ഓർത്തോളൂ, നെഗറ്റീവ് സൈൻ റിയാക്ടന്റിന്റെ റേറ്റ് എഴുതുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുന്ന നെഗറ്റീവ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഗോസ് ഓൺ ഡിക്രീസസ്. പ്രോഡക്റ്റിന്റെ ടേം എഴുതുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോസിറ്റീവ് സൈൻ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത്. ഇനി റേറ്റ് എന്നതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ആവറേജ് റേറ്റ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് അതർവൈസ് കാൾഡ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ RAV എന്ന് പറയും. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷന് പകരം വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? RAV അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. റേറ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. റേറ്റ് എന്താണ്? റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rate, reaction rate is the change in concentration of a reactant or product with the time. റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവിലുണ്ടായ വ്യത്യാസം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ A gives P ആണ്. എയുടെ കോൺസെൻട്രേഷന്റെ ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ A എന്ന് കൊടുക്കുന്നു. ബിയുടെ കോൺസെൻട്രേഷന്റെ ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ B എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ റേറ്റ് എഴുതുമ്പോൾ ഒന്ന് A ബേസ് ചെയ്ത് എഴുതുമ്പോൾ മൈനസ് ഡെൽറ്റ A ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. B യെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്നെങ്കിൽ പ്ലസ് സൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവിടെ പ്ലസ് ആൾറെഡി ഉണ്ട്. പ്ലസ് ഡെൽറ്റ B ബൈ ഡെൽറ്റ ടി. പ്ലസ് സൈൻ കൊടുത്തില്ലെങ്കിൽ ഒരു സൈൻ ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ ഏത് സൈൻ ഉണ്ടെന്നാ? പ്ലസ് സൈൻ ഉണ്ടെന്നാ. അതുകൊണ്ട് നിങ്ങൾ അത് ബോധറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന വസ്തു റിയാക്ടന്റ് ആയതുകൊണ്ട് എയുടെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ ടേം പഠിച്ചു കഴിഞ്ഞാൽ
നമ്മളൊരു പുതിയ ടേം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിക്കും അല്ലേ? പുതിയൊരു ടേം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ യൂണിറ്റ് പഠിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച പുതിയ ടേം അതാണ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആ റേറ്റിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് റേറ്റ്, യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? യൂണിറ്റ്. അപ്പൊ റേറ്റ് എന്താണെന്ന് നമുക്കറിയാം. റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഉണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ ഉണ്ടാകുന്ന സമയമല്ലേ? അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുകളിൽ എഴുതിയിരിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എന്ന വാക്കിന് പകരം കോൺസെൻട്രേഷന്റെ യൂണിറ്റ് നമുക്ക് കൊടുക്കാം. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോൾ പെർ ലിറ്റർ ആണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ആണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. മോൾ പെർ ലിറ്റർ ആണ്. നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യാൻ പറ്റില്ല. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ എന്നാണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് എന്നാണ്. അപ്പൊ ഇതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ യൂണിറ്റ് കിട്ടൂടെ? റേറ്റ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ്. നമുക്ക് നോക്കാം. മോൾ ബൈ ലിറ്റർ. ഞാൻ ഇതിനെ നേരെ എഴുതി. മോൾ ബൈ ലിറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. മോൾ ബൈ ലിറ്റർ നേരെ എഴുതി. മോൾ ബൈ ലിറ്റർ ദ ഹോൾ ഡിവൈഡ് ബൈ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇവിടെ ലിറ്റർ റൈസ് ടു 1 ആണ്. ഈ ഒരു ഫ്രാക്ഷൻ നിങ്ങൾ പരിശോധിക്കുക. ഈ ഒരു ഫ്രാക്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ലിറ്റർ റേസ് ടു 1 ആണ് അവിടെ ഉള്ളത് അല്ലേ? ഈ ലിറ്റർ റേസ് ടു 1 എന്നുള്ളത് ഈ ഇക്വേഷന്റെ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? ലിറ്റർ റേസ് ടു -1 ആവും അല്ലേ? അപ്പൊ എന്താവും? മോൾ ലിറ്റർ റേസ് ടു 1 മുകളിൽ പോകുമ്പോൾ ലിറ്റർ റേസ് -1 ആവുമല്ലോ. ലിറ്റർ റേസ് ടു -1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് റേസ് ടു 1 ആണുള്ളത്. അത് ഡിനോമിനേറ്റർ ഉള്ള സാധനം ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് റേസ് ടു എന്താ? അവിടെ -1 ആവും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? മോൾ ലിറ്റർ റേസ് ടു -1. സെക്കൻഡ് റേസ് ടു 1 മുകളിൽ പോകുമ്പോൾ എന്താവും? സെക്കൻഡ് റേസ് ടു -1. അപ്പോ റേറ്റിന്റെ യൂണിറ്റ് വ്യക്തമായി അറിഞ്ഞിരിക്കുക. മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് റേറ്റ് എന്ന് പഠിച്ചു. റേറ്റ് എന്താണെന്ന് പഠിച്ചു. റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് പറയുന്ന റേറ്റ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിയാക്ഷന്റെ സ്പീഡിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് റേറ്റിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ റിയാക്ഷന്റെ സ്പീഡിന്റെ വാല്യൂ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെ? നോക്കാം. നമുക്കറിയാം റിയാക്ഷന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ കുറച്ച് ക്ലാസ്സുകൾ പഠിക്കുന്നതാണ്. ഏതൊക്കെയാണ് റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? 1 ടെമ്പറേച്ചർ, 2 പ്രഷർ, 3 കോൺസെൻട്രേഷൻ, 4 സർഫസ് ഏരിയ, 5 കാറ്റലിസ്റ്റ്, 6 നേച്ചർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ്. ചില റിയാക്ടന്റുകളൊക്കെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. ചില റിയാക്ടന്റുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ചില റിയാക്ടന്റ് ആണെങ്കിൽ പതുക്കെ റിയാക്ട് ചെയ്തു. അപ്പൊ ഇരുമ്പ് വെള്ളവുമായിട്ട് വളരെ പതുക്കെ റിയാക്ട് ചെയ്തു. പക്ഷെ സോഡിയം വെള്ളവുമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. കാറ്റലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ വേണ്ടി ചേർക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് കൂടും. പ്രതല വിസ്തീർണം കൂടി കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് കൂടും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഇതിൽ കുറച്ച് ടേമുകളെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം. എന്താണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഈ ടേമുകൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മതിയോ? ഓക്കെ, 1 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി റിയാക്ഷന്റെ റേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. റേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് അതർവൈസ് കാൾഡ് average rate of reaction. Rate of reaction is otherwise called average rate of reaction. Rate of reaction വിളിക്കുന്ന മറ്റൊരു പേരാണെന്ന് പറയുന്നത് average rate of reaction എന്ന് പറയും. ഇനി നമ്മൾക്ക് പുതിയൊരു ടേം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത പഠിക്കാനുള്ള ടേം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ RINST. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ
RINST എന്ന് പറയും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ RINST. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സമയത്ത്, അതായത് സമയം വളരെ 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 കുറയുമ്പോൾ ഉള്ള റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇപ്പൊ സമയം ഒരു 0.05 സെക്കൻഡ് അല്ലെങ്കിൽ 0.006 സെക്കൻഡ്, സമയം വളരെ കുറവായിരിക്കും. ഡെൽറ്റ ടിയുടെ വാല്യൂ വളരെ കുറവായിരിക്കുമ്പോൾ ഉള്ള റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓർത്തോളുക. വാട്ട് യു മീൻ ബൈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ R ഇൻസ്റ്റന്റേനിയസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? It is the rate of a reaction at a particular instant of time. ഒരു particular ഇൻസ്റ്റന്റിലുള്ള റിയാക്ഷന്റെ സ്പീഡിനെ, സമയം വളരെ വളരെ കുറയുമ്പോഴുള്ള ഒരു റിയാക്ഷന്റെ സ്പീഡിനെ അല്ലെങ്കിൽ റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതിനെ നമുക്ക് RINST എന്നുകൊണ്ട് കാണിക്കാം. RINST എന്നുകൊണ്ട് കാണിക്കാം. R ഇൻസ്റ്റന്റേനിയസ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സാധാരണ നമ്മൾ റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ നമ്മൾ എക്സ് എന്ന് കാണിക്കുന്നു, അതിന്റെ അളവിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് കാണിക്കുന്നു വിചാരിക്കും. അപ്പൊ റിയാക്ടന്റിന്റെ അളവ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് കാണിക്കുന്നു. അതിന്റെ അളവിലുണ്ടായ ചേഞ്ചിനെ നമ്മൾ എന്താണ് കാണിക്കുന്നത്? ഡെൽറ്റ എക്സ് എന്ന് കാണിക്കുന്നു. അപ്പൊ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് റിയാക്ടന്റും ആവാം, എന്തുമാവാം? പ്രോഡക്റ്റും ആവാം. റിയാക്ടന്റും ആവാം, പ്രോഡക്റ്റും ആവാം. സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ടന്റിന്റെ അളവ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവ്. ഡെൽറ്റ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവിലുണ്ടായ ചേഞ്ച് ഡിവൈഡഡ് ബൈ ആ ചേഞ്ച് ഉണ്ടാകാനെടുത്ത സമയത്തിന് നമ്മൾ എന്ത് കൊടുക്കൂടെ? ഡെൽറ്റ ടി. ഇതാണ് സാധാരണ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് എഴുതിയിട്ട്, റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതിയിട്ട് സൈഡിൽ ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ 0യോട് എടുക്കുമ്പോഴാണ് ഈ റേറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ ഡെൽറ്റ ടിയുടെ വാല്യൂ സമയം 0യോട് എടുക്കുന്നു, അല്ലെങ്കിൽ സമയത്തിന്റെ വില വളരെ 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 ചെറുതാകുമ്പോൾ ഉള്ള റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പോൾ നമുക്ക് പറയാം, ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ എഴുതുന്നു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് എഴുതുന്നു. എന്താ അതിന്റെ മീനിങ്? റേറ്റ് പറയുന്ന സമയത്ത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റിന്റെ എക്സ്പ്രഷൻ പറയുന്ന സമയത്ത് ഡെൽറ്റ ടിയുടെ വില 0യോട് അടുത്തോ അല്ലെങ്കിൽ ഡെൽറ്റ ടിയുടെ വില വളരെ 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 ചെറുതാകുമ്പോഴുള്ള റേറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് R ഇൻസ്റ്റന്റേനിയസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ R ഇൻസ്റ്റന്റേനിയസ് is defined as equal to mathematically it is equal to limit delta t tends to 0 delta x by delta t. സമയം 0യോട് അടുക്കുമ്പോൾ റേറ്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ R ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം സമയം വളരെ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും വരുന്നത്. ആ സമയത്ത് നമുക്ക് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് വഴി ഡയറക്റ്റ് ഏത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് cannot be determined from experiment. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. എന്താ ഉപയോഗിക്കുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനൊരു എക്സ് ആക്സിസ് ഉണ്ടാവും, അതിനൊരു വൈ ആക്സിസ് ഉണ്ടാവും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനൊരു എക്സ് ആക്സിസും ഉണ്ടാവും, ഒരു വൈ ആക്സിസും ഉണ്ടാവും. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം എടുക്കും. എക്സ് ആക്സിസിൽ നമ്മൾ ഏതൊരു കൂടെ ടൈം എടുക്കും. വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ എടുക്കുന്നത്. കോൺസെൻട്രേഷൻ, റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് വിളിച്ചു. അപ്പൊ എനിക്കൊരു ലൈൻ കിട്ടുന്നു എന്ന് വിചാരിക്കും. എനിക്കൊരു ലൈൻ കിട്ടി. ക്ലിയർ ആണ്? ഞാൻ അപ്പോൾ ഒരു ഗ്രാഫ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഗ്രാഫ് വരച്ചു. ഏതൊക്കെ തമ്മിലെ ഗ്രാഫ് വരച്ച്? എക്സ് ആക്സിസിലെ ടൈമും വൈ ആക്സിസിലെ സ്ക്വയർ ബ്രാക്കറ്റ് എക്സും എടുത്തു. വൈ ആക്സിസ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവിനെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു ഗ്രാഫ് വരച്ചു. ഐ ഹാവ് ഗോട്ട് എ ലൈൻ. എനിക്കൊരു ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുക. ലൈൻ തന്നെ കിട്ടണമെന്നില്ല, എനിക്കൊരു ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുക. ലൈൻ കിട്ടിയെങ്കിൽ ഞാൻ അതിലെ 2 പോയിന്റ് സെലക്ട് ചെയ്യണം. അതിലെ ഒരു 2 പോയിന്റ്സ് ഞാൻ സെലക്ട് ചെയ്യണം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. രണ്ട് പോയിന്റുകൾ, 2 പോയിന്റുകൾ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കൂ, ഈ ഒരു പോയിന്റിലുള്ള എക്സ് വില ഞാൻ T1 എന്ന് എടുത്തു. അതിന് നേരെയുള്ള y വില ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് x1 എന്ന് എടുത്തു.
ഈ ഒരു പോയിന്റിലുള്ള എക്സ് വിലയെ ഞാൻ T2 എന്ന് എടുത്തു, y വിലയെ ഞാൻ x2 എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഗ്രാഫ് വരച്ചു. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരു ഗ്രാഫ് വരച്ചു. ഗ്രാഫ് ആകുമ്പോൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ കോൺസെൻട്രേഷൻ എടുത്തു. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ റിയാക്റ്റന്റ് ആവാം, പ്രൊഡക്റ്റ് ആവാം. ഐ ഹാവ് ഗോട്ട് എ ലൈൻ. എനിക്കൊരു ലൈൻ കിട്ടി. ആ ലൈനിലെ 2 പോയിന്റുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ എക്സ് വിലയും വൈ വിലയും അടുത്തതിന്റെ എക്സ് വിലയും വൈ വിലയും എടുത്തു. ഓക്കെ, ഇനി ഞാൻ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരുപാട് ഇക്വേഷനുകൾ നിങ്ങൾ 10ാം ക്ലാസ് മുതൽ പഠിക്കണം. 10ാം ക്ലാസ് പഠിച്ച ഒരു ഇക്വേഷൻ ഞാൻ പറയാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് 10ാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതല്ലേ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ? സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. എന്താ ഇതിന്റെ മീനിങ്? y വിലകളിലെ ഡിഫറൻസിനെ x വിലകളുടെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. y വിലകളുടെ ഡിഫറൻസ്, ഇവിടുത്തെ y വില എത്രയാണ്? x2, ഇവിടുത്തെ y വില എത്രയാണ്? x1. അപ്പൊ അതുള്ള ഡിഫറൻസ് എത്ര? സ്ക്വയർ ബ്രാക്കറ്റ് x2 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് x1 അല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ് x2 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് x1 ഡിവൈഡഡ് ബൈ x വിലകളുള്ള വ്യത്യാസം. x വിലകളുള്ള വ്യത്യാസം, x വിലകൾ T2 T1 അല്ലേ? അപ്പോൾ T2 മൈനസ് T1. ഇപ്പൊ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. x വിലകളിലുള്ള വ്യത്യാസത്തിന് നമ്മൾ ഡെൽറ്റ x എന്ന് കൊടുക്കുന്നു, ഡിവൈഡ് ബൈ ടൈമിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡെൽറ്റ ടി എന്ന് കൊടുക്കുന്നു. ടൈമിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡെൽറ്റ ടി എന്ന് കൊടുക്കുന്നു. ഇനി ഈ 2 പോയിന്റുകളും അടുത്തടുത്ത പോയിന്റുകളാണെന്ന് വിചാരിക്കുക. അതായത് ടൈം ഞാൻ പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പറയുമ്പോൾ എന്താ വ്യത്യാസം? ഡെൽറ്റ ടിയുടെ വില 0യോട് അടുക്കുന്നു. ഡെൽറ്റ ടിയുടെ വില 0യോട് അടുക്കണമെങ്കിൽ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എന്താണ്? T2 മൈനസ് T1 നമ്മൾ ഡെൽറ്റ ടി എന്ന് പറയും. അപ്പൊ ഡെൽറ്റ ടിയുടെ വില 0യോട് അടുക്കണമെങ്കിൽ ഇത് രണ്ടും അടുത്തടുത്ത വാല്യൂസ് ആയിരിക്കും. T2 ഉം T1 ഉം അടുത്തടുത്ത വാല്യൂ ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു വളരെ ചെറിയൊരു വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ T2 ഉം T1 ഉം അടുത്തടുത്ത വാല്യൂ ആണെങ്കിൽ ഈ 2 പോയിന്റുകളും അടുത്തടുത്ത വിലകളായിരിക്കും. ഈ 2 പോയിന്റുകൾ അടുത്തടുത്ത വിലയായിരിക്കും. x2 x1 ഉം അടുത്തടുത്ത വിലകളായിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഈ 2 പോയിന്റുകൾ ദൂരെയുള്ള 2 പോയിന്റുകളാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഈ 2 പോയിന്റുകൾ അടുത്തടുത്ത 2 പോയിന്റുകളാണെങ്കിൽ T1 ഉം T2 ഉം തമ്മിലുള്ള ഡിഫറൻസ് ചെറുതായിരിക്കും. അതുപോലെ x2 ഉം x1 ഉം തമ്മിലുള്ള ഡിഫറൻസും ചെറുതായിരിക്കും. ചെറിയ ഡിഫറൻസുകളെ നമ്മൾ കാണിക്കാനായിട്ട് ഡെൽറ്റ എന്ന് പറയുന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് d. ഡെൽറ്റ എന്ന് പറയുന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് d. അപ്പൊ dx ഇവിടെയും ടൈമിലുള്ള ചെറിയ ഡിഫറൻസ് എന്നതിനെ കാണിക്കാനായിട്ട് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന വാക്കിന് പകരം ഏത് ടേം ഉപയോഗിക്കും? ഇവിടെ d എന്ന് പറയുന്ന ടേം ഉപയോഗിക്കും. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ dx by dt ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു dx by dt. d എന്ന് പറയുന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ടേം. മാത്സിൽ +1 പഠിച്ചു. വിശദമായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഈ dx by dt എന്നതാണ് എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എഴുതിയത് എങ്ങനെയാണ്? സ്ലോപ്പ് ഇത് എഴുതിയത് എങ്ങനെയാണ്? dx by dt എഴുതിയത് എങ്ങനെയാണ്? ഈ 2 പോയിന്റുകൾ അടുത്തടുത്ത വാല്യൂ ആവുമ്പോഴും നമ്മൾ പറഞ്ഞത് അപ്പോഴല്ലേ നമ്മൾ ആ റേറ്റിനല്ലേ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? dx ഡിവൈഡഡ് ബൈ dt തന്നെയാണ്. ഇത് എവിടെ നിന്ന് കിട്ടും? ഗ്രാഫിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? ഗ്രാഫിൽ നിന്ന്. ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ എന്തെടുത്താൽ മതി? സ്ലോപ്പ് എടുത്താൽ. അപ്പൊ ഒരു ഗ്രാഫ് വരച്ചിട്ട് കോൺസെൻട്രേഷൻ അഗൈൻസ്റ്റ് ടൈം നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ ഒരു ലൈൻ കിട്ടും. ആ ലൈനിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? dx by dt കിട്ടും. ആ dx by dt തന്നെയായിരിക്കും എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. How we are determining the instantaneous rate? Instantaneous rate is determined by plotting the graph between concentration of reactant or product along the y-axis and time along the x-axis. We are getting a graph. ആ ഗ്രാഫ് കിട്ടുമ്പോൾ 2 പോയിന്റ് കിട്ടും. ആ പോയിന്റുകൾ അടുത്തടുത്ത പോയിന്റുകളാണെങ്കിൽ ടൈം വിലകളുടെ ഡിഫറൻസും എക്സ് വിലകളുടെ ഡിഫറൻസും ചെറുതായിരിക്കും. അപ്പോഴാണ് നമ്മൾ ആ റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒന്നാമത്തെ ഇക്വേഷൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? dx by dt എന്ന് പറയാം. അടുത്ത നമ്മളടുത്ത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറയും. ഏതെങ്കിലും ഒരു കെമിക്കൽ ഇക്വേഷൻ എടുത്ത് തന്നേക്കും. അതായത് ഫോർ എക്സാമ്പിൾ N2
പ്ലസ് 3H2 N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കും. എന്നിട്ട് പറയും എന്തെഴുതാൻ പറയും? റേറ്റ് എഴുതാൻ പറയും. റേറ്റ് എഴുതാൻ പറയും. അപ്പൊ റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് രണ്ട് റേറ്റുകൾ എഴുതാം. ഏതൊക്കെയാണ്? ഒന്നുകിൽ ആവറേജ് റേറ്റ് എഴുതാം അല്ലേ? ഒന്നുകിൽ ആവറേജ് റേറ്റ് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. ഒന്നുകിൽ ആവറേജ് റേറ്റ് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. അപ്പൊ ആവറേജ് റേറ്റ് എഴുതാം, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. ആവറേജ് റേറ്റ് എങ്ങനെയാണ് എഴുതുന്നത്? ആവറേജ് റേറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടിന്റെ അളവിലുണ്ടായ വ്യത്യാസം ഡിവൈഡ് ബൈ, ഒന്നുകിൽ റിയാക്ടിനെ ബേസ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് എഴുതാമല്ലോ. അപ്പൊ റിയാക്ടിന്റെ ഏതൊക്കെയുണ്ട് നോക്ക്. ഒന്ന് N2 ഉണ്ട് റിയാക്ടിന്റെ അല്ലേ, H2 ഉണ്ട്, പ്രോഡക്റ്റ് ആറുണ്ട്, NH3 ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് റേറ്റ് N2നെ ബേസ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഏതിനെ ബേസ് ചെയ്ത് എഴുതാം? H2നെ ബേസ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഏതിനെ ബേസ് ചെയ്ത് എഴുതാം? NH3 ബേസ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് നോക്കാം. N2നെ ബേസ് ചെയ്താണ് നമ്മൾ എഴുതണമെങ്കിൽ N2ന്റെ കോൺസെൻട്രേഷൻ, അതിലുണ്ടായ ചേഞ്ച് ഡിവൈഡഡ് ബൈ ആ ചേഞ്ച് ഉണ്ടാകുന്ന സമയം. നമ്മൾ എപ്പോഴും ആവറേജ് റേറ്റ് എഴുതുമ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവറേജ് റേറ്റ് എഴുതാൻ പറയുമ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. N2നെ ബേസ് ചെയ്ത് എഴുതിയാൽ N2ന്റെ കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് N2, അതിലുണ്ടായ ചേഞ്ച് ഡെൽറ്റ N2 ഡിവൈഡ് ബൈ ആ ചേഞ്ച് ഉണ്ടാകുന്ന സമയം ഡെൽറ്റ T. ഇനി അല്ലെങ്കിൽ നമുക്ക് H2നെ ബേസ് ചെയ്ത് എഴുതാം റേറ്റ്. H2നെ ബേസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഡെൽറ്റ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഡെൽറ്റ ഓഫ് H2 ഡിവൈഡ് ബൈ ഡെൽറ്റ T. അല്ലെങ്കിൽ നമുക്ക് അമോണിയ ബേസ് ചെയ്ത് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഓഫ് NH3, ഡെൽറ്റ ഓഫ് NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഡെൽറ്റ ഓഫ് NH3 ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഡെൽറ്റ ഓഫ് NH3 ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഇനി റിയാക്ടന്റെ അളവ് കുറയുന്നത് കൊണ്ട് റിയാക്ടന്റെ സൈഡിൽ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. റിയാക്ടന്റെ സൈഡിൽ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ റിയാക്ടന്റെ എക്സ്പ്രഷൻ N2H2 കൊടുത്ത റിയാക്ടന്റ് അല്ലേ? അപ്പൊ N2ന്റെ സൈഡിൽ നെഗറ്റീവ് കൊടുക്കണം, H2ന്റെ സൈഡിൽ നെഗറ്റീവ് കൊടുക്കണം, പ്രോഡക്റ്റിന്റെ സൈഡിൽ പോസിറ്റീവ് സൈൻ കൊടുക്കണം. പ്രോഡക്റ്റ് ആരാണ്? ഇവിടെ NH3 അല്ലേ? അപ്പൊ NH3യുടെ എക്സ്പ്രഷന്റെ ഫ്രണ്ടിൽ എന്ത് കൊടുക്കണം? പോസിറ്റീവ് ചിഹ്നം. പോസിറ്റീവ് ചിഹ്നം. ഓക്കെയാണ്. ഇനി സൈഡിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ കറക്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടി സൈഡിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതിന് 1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ സൈഡിൽ ഒരു നമ്പറും ഇല്ല, അപ്പൊ കുഴപ്പമില്ല. ഇവിടത്തെ സൈഡിൽ 3 ഉണ്ട് നമ്പർ, സോ 1/3 ഉണ്ട്. H2ന്റെ അവിടെ 1/3 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ. ഇവിടെ NH3യുടെ സൈഡിൽ 2 ഉണ്ട്, സോ ഇവിടെ 1/2 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ. ഓക്കെ, ഇവിടെ ഏത് നമ്പർ ആണോ സൈഡിൽ കിടക്കുന്നത് അതിനെ 1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ? കറക്റ്റ് റേറ്റ് കിട്ടത്തുള്ളൂ. ഇനി നമ്മളൊരു ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ എക്സ്പ്രഷൻ ആണ് എഴുതാൻ പറഞ്ഞെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഈ എക്സ്പ്രഷൻ അതേപോലെ എഴുതിയാൽ മതി. ഡെൽറ്റയ്ക്ക് പകരം ഡി കൊടുത്താൽ മതി. അപ്പൊ എന്താവും? മൈനസ് ഡി ഓഫ് N2 ഡിവൈഡഡ് ബൈ dt is equal to minus 1/3 into d of H2 divided by dt is equal to plus 1/2 into d of NH3 divided by dt. ഞാൻ ഒന്നും ചെയ്തില്ല, ഇതേ എക്സ്പ്രഷൻസ് തന്നെയാണ് ഞാൻ താഴോട്ട് എഴുതിയത്. എന്താ മാറ്റം വരുത്തിയേ? ഡെൽറ്റ എന്ന് പറയുന്ന വാക്കിനെ അവർ ഏത് ഉപയോഗിച്ചു? ഡി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യനോടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ട് ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അപ്പൊ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷനോടെ ഒരെണ്ണോടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഒരു ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. N2 plus O2 gives 2NO. N2 plus O2 gives 2NO. N2 നൈട്രജനും ഓക്സിജനോട് ചേർന്ന് എന്താവുന്നു? നൈട്രിക് ഓക്സൈഡ് ആവുന്നു. ഇവിടുത്തെ റേറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. ഇൻസ്റ്റന്റേനിയസ് എഴുതാം, R ആവറേജ് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം R ആവറേജ് ഒന്ന് എഴുതി നോക്കാം. R ആവറേജ് നമുക്കൊന്ന് എഴുതി നോക്കാം. R ആവറേജ് നമുക്കൊന്ന് എഴുതി നോക്കാം. R ആവറേജ് is equal to, എങ്ങനെ എഴുതും നമ്മൾ R ആവറേജ്? റിയാക്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഏതിനെ ബേസ് ചെയ്ത് എഴുതാം? പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് എഴുതാം. നമുക്ക് ആദ്യം നമുക്ക് N2നെ ബേസ് ചെയ്ത് എഴുതി നോക്കാം, പിന്നെ നമുക്ക് O2നെ ബേസ് ചെയ്ത് എഴുതണം, പിന്നെ നമുക്ക് ഏതിനെ ബേസ് ചെയ്ത് എഴുതാം? NOയെ ബേസ് ചെയ്ത് എഴുതണം. അപ്പൊ N2നെ ബേസ് ചെയ്ത് നമ്മൾ ഏതിനെ എങ്ങനെ എഴുതൂടെ? N2ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് അതിലുണ്ടായ ചേഞ്ച് ഡെൽറ്റ N2 ഡിവൈഡ് ബൈ അതുണ്ടാകാത്ത സമയം ഡെൽറ്റ T. ഡെൽറ്റ N2 ബൈ ഡെൽറ്റ T. ഇനി O2ന്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമുക്ക് O2നെ ബേസ് ചെയ്ത് എഴുതാം. O2ന്റെ കോൺസെൻട്രേഷൻ അതിനുണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ ആ ചേഞ്ച് ഉണ്ടാകേണ്ട സമയം ഡെൽറ്റ O2 ബൈ ഡെൽറ്റ T.
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, NOയെ ബേസ് ചെയ്ത് പറയാം അല്ലെ. NOയെ ബേസ് ചെയ്ത് പറയാൻ എങ്ങനെ പറയും, NOയുടെ കോൺസെൻട്രേഷൻ അതിലുണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ ആ ചേഞ്ച് ഉണ്ടാകുന്ന സമയം ഡെൽറ്റ ടി. ക്ലിയർ ആണ്. ഇനി നമ്മൾ റിയാക്ടറിന്റെ സൈഡിൽ മൈനസ് കൊടുക്കണം, പ്രൊഡക്റ്റിന്റെ സൈഡിൽ എന്ത് കൊടുക്കണം, പ്ലസ് കൊടുക്കണം. റിയാക്ടറിന്റെ സൈഡിൽ ഇവിടെ N2 എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ്, അതിന്റെ സൈഡിൽ മൈനസ് കൊടുക്കുക. O2 എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ്, അതിന്റെ സൈഡിൽ എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. NO എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, സോ അതിന്റെ സൈഡിൽ എന്ത് കൊടുക്കുക, പ്ലസ് കൊടുക്കുക. ക്ലിയർ ആണ്. ഇനി സൈഡിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതിനെ 1 എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ സൈഡിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇവിടെ O2ന്റെ സൈഡിൽ നമ്പർ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെയും നിങ്ങൾ ഒന്നും ചെയ്യണ്ട. NOയുടെ സൈഡിൽ നമ്പർ ഉണ്ടോ, 2 ഉണ്ട്. സോ അതിന്റെ 1 എടുക്കണം. 2ന്റെ 1 എത്ര, 1/2. സോ അത് ആ 1/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 കൊണ്ട് ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇത് R ആവറേജ് ആണ്. ഇനി അപ്പൊ R ഇൻസ്റ്റന്റേനിയസ് ആണ് എഴുതാൻ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യും, R ഇൻസ്റ്റന്റേനിയസ് എഴുതാൻ പറയുന്നത് എന്ത് ചെയ്യും, ഡെൽറ്റയ്ക്ക് പകരം ഏത് ടേം ഉപയോഗിക്കുക, D എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക. അപ്പൊ മൈനസ് ഡെൽറ്റ N2/dt, ഡെൽറ്റ ടിക്ക് പകരം എന്ത് കൊടുക്കും, മൈനസ് dN2 ഡിവൈഡഡ് ബൈ dt ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ O2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടിക്ക് പകരം എന്ത് കൊടുക്കും, മൈനസ് dO2 ഡിവൈഡഡ് ബൈ dt ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ എന്ത് കൊടുക്കും, പ്ലസ് 1/2 ഇൻറ്റു dNO ഡിവൈഡഡ് ബൈ dt. അപ്പോൾ റേറ്റ് എഴുതുന്ന രീതി മനസ്സിലായല്ലോ. അപ്പൊ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ എഴുതിയത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റേറ്റിനെ പറ്റിയും, റേറ്റിന്റെ 2 ടൈപ്പ് റേറ്റ് ഉണ്ട് അല്ലെ, ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. അതും നമ്മൾ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക് ഉണ്ട്, റേറ്റ് ലാ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.